Hello guys, welcome to my YouTube channel. Yes, I am here. Okay. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് PSC നടത്തിയ അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് ഈ അടുത്ത് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കണ്ടതിൽ വെച്ച് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ DMEയുടെ എക്സാം വിളിച്ചിട്ടുണ്ട് അല്ലേ, അതുപോലെ RRBയുടെ എക്സാം വരാനുണ്ട്, പിന്നെ പല എക്സാംസ് എഴുതുന്നവരുണ്ട് എനിക്കറിയാം. അത് DHA ഒക്കെ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് എളുപ്പം എന്താ പറയുക, കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, പറ്റുന്നിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിടാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോസായിട്ട് ഓരോ ടോപ്പിക്ക് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, 119/24 D വേർഷനാണ് കോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് അത് കേട്ടോ, കാറ്റഗറി നമ്പർ അല്ലേ. യെസ്, നിങ്ങളെന്ത് ചെയ്യുക, ആൻസർ നിങ്ങളും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയേക്കുന്നത്. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, പ്രോത്രോമിൻ ടൈം ഡിറ്റർമിനേഷൻ ഈസ് ഹെൽപ്ഫുൾ ഇൻ, നിങ്ങൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം PTA PTT എന്തിനൊക്കെ ചെയ്യും എന്നുള്ളത് അല്ലേ. പ്രീ സർജിക്കൽ സ്ക്രീനിങ് ശരിയാണ്. മോണിറ്ററിംഗ് ഓഫ് പേഷ്യൻസ് ഓൺ ഓറൽ ആൻറ്റികോഗുലൻ്റ് തെറാപ്പി അതും ശരിയാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 2, 5, 7, 10 അല്ലേ, അതും കറക്റ്റായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് എന്നുള്ളതായിരുന്നു ആൻസർ. ഓക്കെ, ഫസ്റ്റ് മോർഫോളജിക്കലി ഐഡൻറ്റിഫൈഡ് സെൽ ഇൻ ദ മൈലോയിഡ് സീരീസ് ഈസ്, തീർച്ചയായിട്ടും അത് മൈലോബ്ലാസ്റ്റ് എന്ന് അറിയാത്തവരില്ല. നമ്മളെപ്പോഴും സ്റ്റെം സെൽ പറയുമ്പോൾ ഒരു ബ്ലാസ്റ്റ് അതിൽ നിന്നായിരിക്കും തുടക്കം. ഇവിടെ ഇത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്, മൈലോയിഡ് സീരീസ് ആയപ്പോൾ അത് മൈലോബ്ലാസ്റ്റ് ആണ്. എർത്രോബ്ലാസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി അറിയാവുന്ന കാര്യമാണ് അല്ലേ. യെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ലെസ് ദാൻ 1.005 ഈ സീൻ ഇൻ. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണോ ഡയബറ്റിസ് മെലിറ്റസ് ആണോ എന്താണെന്നൊക്കെ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസിലാണ് യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1.005 ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ എന്തായിരിക്കും നോക്കിയിട്ട് പോയിട്ടുണ്ടാവുക, യൂറിൻ്റെ നോർമലായിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും അല്ലേ ആ ഒരു കേസിൽ നോക്കിയിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരും ഓക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കോമഡി. JK സ്റ്റാൻഡ്സ് ഫോർ ദ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനിയെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മളിപ്പം മറ്റേ പ്രേമല സിനിമയിൽ ജസ്റ്റ് കിഡിങ് JK എന്ന് പറയില്ലേ, കിഡായിരുന്നു എൻ്റെ ആൻസർ കേട്ടോ. യെസ്, ഹൗ മെനി ഡേയ്സ് ബ്ലഡ് ക്യാൻ ബി സ്റ്റോർഡ് വിത്ത് CPDA? എൻ്റെ പൊന്നെ, 45 days, 21 days, 35 days, 7 days. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതിന് മുമ്പിട്ട്, അതായത് ബ്ലഡ് ബാങ്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് പറയുന്നുണ്ട്. CPDA അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോറേജിൻ്റെ ടെമ്പറേച്ചർ 4°C ആണ് അല്ലേ. അങ്ങനെ പലതിൻ്റെയും ഒരു പ്ലേറ്റ്ലെറ്റിൻ്റെ റൂം ടെമ്പറേച്ചറിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. CPD എത്ര ദിവസത്തേക്കാണ്, CPDA എത്ര ദിവസത്തേക്കാണ്, എത്ര ml ആണ്, അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായിരുന്നു, CPDA ആയിരുന്നു. അതിൻ്റെ ആൻസർ 35 days എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, CPDനെ കുറിച്ചും CPDAനെ കുറിച്ചും പിന്നെ ഉണ്ടായിരുന്നു ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക. ഇനിയും മാറ്റിയും തിരിച്ചു ഇവന്മാർ ചോദിക്കും. വിച്ച് ഈസ് നോട്ട് ആൻ അക്യൂട്ട് ട്രാൻസ്മിഷൻ റിയാക്ഷൻ. അനാഫൈലാക്സിസ് വരാം അല്ലേ, അലർജിക് റിയാക്ഷൻ വരാം അല്ലേ, അക്യൂട്ട് ഹിമോളറ്റിക് റിയാക്ഷനും വരാം. ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അക്യൂട്ട് റിയാക്ഷൻ അല്ല അല്ലേ. എന്താ ചോദിച്ചാൽ ഒരു അക്യൂട്ട് ആ ഒരു ഓൺ സ്റ്റേജ് അല്ലെങ്കിൽ എന്താ പറയുക, അക്യൂട്ട് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. TTD എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ല, ഇത് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് തന്നെയാണ് അല്ലേ. യെസ്, വാട്ട് ഈസ് നോർമൽ സ്പേം കൗണ്ട്? നോർമൽ ആയിട്ടുള്ള സ്പേം കൗണ്ടാണ് അതിൻ്റെ ആൻസർ. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം ഒരു ആശ്വാസം തോന്നിയ ഒരു ഇടമാണ് ഏതെന്ന് പറയുന്നത് ഈ നോർമൽ സ്പേം കൗണ്ട്. കാരണം നോർമൽ വാല്യൂസ് നോക്കി വെച്ചുകൊണ്ട് പോയതിൽ ആകെ ഗുണം ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. 60 to 150 million സ്പേംസ് പെർ ml ആണ്. സ്പേംസ് മില്യണിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. 60 to 150 ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് 100 to 50 എന്നും 150 to 200 ഒക്കെ ഉണ്ട്. അത്രയൊന്നും പോവില്ല, 60 to 150. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. FFP is given to patients with coagulative factor deficiency വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ FFP കൊടുക്കുന്നത്. അതുപോലെ ക്രയോപ്രസിപിറ്റേറ്റ് അല്ലേ, അത് കൊടുക്കുന്ന ക്രയോ വർക്കാണ്. ഹീമോഫീലിയ പേഷ്യൻസിന് എന്താണ് കൊടുക്കുന്നത്, അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, നോക്കി വെച്ചേക്കുക കേട്ടോ. ഡയറക്റ്റ് കോംസ് ടെസ്റ്റ് പോസിറ്റീവ് മീൻസ് എന്താണ്, കോം സെറം ഹാസ് ബൗണ്ട് ടു ആൻറ്റിബോഡി കോട്ടഡ് ഓൺ RBC. ഇതും ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, മീൻസ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. A neutrophil that has a phagocytosed denatured nuclear material of another cell is called, എന്താണ് ആ ഒരു ന്യൂട്രോഫിലിനെ വിളിക്കുന്ന പേരാണ് LE cells. അപ്പോൾ LE cells എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രോഫിലാണ് that has a phagocytosed denatured nuclear material of another cell. Okay, then factors affecting osmotic fragility test എന്ന് പറയുന്നത് എന്താണ്,
ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ ഡി ഓപ്ഷൻ. റിലേറ്റീവ് വോളിയം ഓഫ് ബ്ലഡ് ആൻഡ് സലൈൻ വരും. ഫൈനൽ pH ഓഫ് ബ്ലഡ് ഇൻ സലൈൻ സസ്പെൻഷൻ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ടെസ്റ്റ് ആർ ക്യാരിഡ് ഔട്ട്. ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് അതിൻ്റെ ഓപ്ഷൻ ഡി വരുന്നത്. അപ്പോൾ അതായിരുന്നു ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് എന്തായിരുന്നു? ഡി ഡൈമർ ലാറ്റക്സ് സ്ലൈഡ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്രോസ് ലിങ്ക്ഡ് ഫൈബ്രിൻ ഈസ് ബേസ്ഡ് ഓൺ. അതായത് ഡി ഡൈമർ, ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് എന്ത് ചെയ്യാം, പിന്നെ ഫർദർ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഡിസ്കഷനിൽ ഇടാം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇതൊരു ഡി ഡൈമർ ലാറ്റക്സ് സ്ലൈഡ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്രോസ് ലിങ്ക്ഡ് ഫൈബ്രിൻ ഈസ് ബേസ്ഡ് ഓൺ. അതിൻ്റെ എന്താ പറയുക, പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഏത് രീതിയിലുള്ള ടെസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് അഗ്ലൂട്ടിനേഷൻ ആണോ, അതുപോലെ ഫ്ലോക്കുലേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണോ, എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡി ഡൈമർ ലാറ്റക്സ് സ്ലൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അഗ്ലൂട്ടിനേഷൻ. അതിൽ ലാറ്റക്സ് വരുമ്പോഴൊക്കെ അഗ്ലൂട്ടിനേഷൻ ആണല്ലോ, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി ഈ ചോദ്യം ചോദിച്ചാൽ കണ്ണും പൊട്ടി എഴുതണം, അത്രയേ ഉള്ളൂ. ക്രിസ്റ്റൽസ് ഫൗണ്ട് ഇൻ ആസിഡ് യൂറിൻ, അത് ആസിഡ് ക്രിസ്റ്റൽ ഏതാണെന്ന് നോക്കിയാൽ മതി. കാൽസ്യം ഓക്സലേറ്റ് ആണ് അതിൻ്റെ ആൻസർ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ കോൺസെൻട്രേഷൻ മെത്തേഡ് ഫോർ പാരസൈറ്റ്സ് ഇൻ സ്റ്റൂൾ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഇവിടെയൊക്കെ കുറേ കോൺസെൻട്രേഷൻ മെത്തേഡ്, അതായത് പാരസൈറ്റോളജി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ കോൺസെൻട്രേഷൻ മെത്തേഡ് ഫോർ പാരസൈറ്റ്സ് ഇൻ സ്റ്റൂൾ? ആൻസർ സി, KOH കോൺസെൻട്രേഷൻ മെത്തേഡാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് പാരസൈറ്റ്സിന്, സ്റ്റൂളിൽ പാരസൈറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കില്ല. അപ്പോൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സിമ്പിൾ ഫ്ലോട്ടേഷൻ മെത്തേഡ്, സിങ്ക് സൾഫേറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്, ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡും നമ്മൾ പാരസൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചില്ലേ, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്. ഈ ക്വസ്റ്റ്യനും എന്താ നമ്മൾ CSF പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചത് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ് എന്നാണ്. ഏതാണ് ട്രൂ അല്ലാത്തത്? ഏതാണ്? CSF പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്, അത് ട്രൂ ആണ്. CSF ഷുഗർ കുറയും, അതും ട്രൂ ആണ്. ഹൈ CSF പ്രോട്ടീൻ, അതും ട്രൂ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഷോ എനി കൊയാഗുലേഷൻ, കൊയാഗുലം എന്നാണ്. കൊയാഗുലം എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ സി ആയിരുന്നു അതിൻ്റെ ആൻസർ. ആക്ച്വലി നമുക്കറിയാം പ്രോട്ടീൻ കണ്ടൻ്റ് ഒക്കെ കൂടും നമ്മുടെ CSF മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത്. ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് അല്ലേ നമ്മളത് പഠിക്കും. എന്താണ് ആ സമയത്ത് പ്രോട്ടീൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം, അല്ലെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്, അല്ലെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിലാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരിക എന്നൊക്കെ പഠിക്കും. പക്ഷേ ഇതെന്താണ് അവർ ചോദിച്ചത്, ഏതാണ് ട്രൂ അല്ലാത്തത്, ശരിയല്ലാത്തതെന്നുള്ള രീതിയിലായിരുന്നു. അതായത് അതൊരു ട്രിക്കി ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്, അവർ അവതരിപ്പിച്ചത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് വേപ്പർ ഫിക്സേറ്റീവ്? ഫോർമാൽഡിഹൈഡ് വേപ്പർ ആയി പോകും. ഓസ്മിയം ടെട്രോക്സൈഡ് വേപ്പറായി പോകും കേട്ടോ. ഈഥൈൽ ആൽക്കഹോൾ പോകും, പക്ഷേ ഫോർമോൾ സലൈൻ എന്താവില്ല, വേപ്പർ ആവില്ല. അപ്പം ഓർത്തിരിക്കുമല്ലോ അത്. സ്റ്റഡി ഓഫ് സെൽസ് ഷെഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ഈസ് കാൾഡ്, ഓഫ് കോഴ്സ് അതാണ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. ദ ഫ്യൂൾജൻ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് DNA ആണ്, അത് ഓർത്തിരിക്കുക. ഫാറ്റിനും ഗ്ലൈക്കോജനും അയണും ഒക്കെ വേറെ വേറെ സ്റ്റെയിൻസ് ചോദിക്കാറുണ്ട് ഓരോ എക്സാമിനും മാറിയിട്ട്. സോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കാണണം. ഇനിയും ഇടും. അപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമുക്ക് കിട്ടും. കെമിക്കൽ യൂസ്ഡ് ഇൻ സൈറ്റോളജി ഫോർ മെയിലിംഗ് അൺസ്റ്റെയിൻഡ് സ്മിയർ. ഇതെന്താ അൺസ്റ്റെയിൻഡ് സ്മിയർ മെയിൽ ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നു പോയി. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വേർഡ്സ് ഒക്കെ ആയാലും മാറ്റി യൂസ് ചെയ്തും, അതുപോലെ നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലൊക്കെ ചോദിച്ചിട്ടും ഒക്കെ ഒരു ടഫ് ഫോമിലായിരുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. ഓക്കെ, കെമിക്കൽ യൂസ്ഡ് ഇൻ സൈറ്റോളജി ഫോർ മെയിലിംഗ് അൺസ്റ്റെയിൻഡ് സ്മിയർ. അൺസ്റ്റെയിൻഡ് സ്മിയർ അയക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്നുള്ളതേ ഉള്ളൂ ഈ സൈറ്റോളജിയിൽ. എന്താണത്? ഗ്ലിസറിൻ ആണത് കേട്ടോ ആൻസർ. എക്സാമ്പിൾ ഫോർ ആലം ഹെമറ്റോക്സിലിൻ, ഇത് അത്യാവശ്യം എളുപ്പമായിരുന്നു. ഏർലിഷ് ഹെമറ്റോക്സിലിനാണ് ആലം ഹെമറ്റോക്സിലിനും നമുക്കറിയായിരുന്നു അത് അല്ലേ. യെസ്, അതുപോലെ ഓരോ അയൺ ഹെമറ്റോക്സിലിനുണ്ട് അല്ലേ. അത് ഏതാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക. Pearl-Prussian blue reaction is used for the demonstration of Pearl-Prussian blue. നമുക്കറിയാം അയൺ ആണ്, ഫെറിക് അയോൺ. ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ഫിക്സേറ്റീവ് യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ് ഏതാണ്? 3:1 റേഷ്യോ ഓഫ് മെത്തനോൾ ആൻഡ് ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡ്. ഓർത്തിരിക്കുക, 3:1 റേഷ്യോ ഓഫ് മെത്തനോളും ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാരിയോടൈപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്.
എ ക്രോമസോം ഇൻ വിച്ച് ദ സെൻട്രോമിയർ ഈസ് ലൊക്കേറ്റഡ് വെരി നിയർ ടു 1 end. ഞാനിത് കഴിഞ്ഞ അതായത് ഇതിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കുന്ന വീഡിയോയിൽ ചോദിച്ചതായിരുന്നു. ഇവിടെ എന്താണ് ആൻസർ ചോദിച്ചത്? നിയർ ടു 1 end. ഞാൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എഴുതിയത് എന്തായിരുന്നു? അറ്റ് 1 end. അറ്റ് 1 end വരുന്നതാണ് ടീലോസെൻട്രിക്. നിയർ ടു 1 end വരുന്നത് ആക്രോസെൻട്രിക് ആണ്. അതായത് 1 end അടുത്ത്, നിയർ ടു. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദെൻ ബാൻഡിങ് ടെക്നിക്കിനെ കുറിച്ചും എല്ലാ ചോദ്യപേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ നമുക്കത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ മാക്സിമം നോക്കാം. ബാൻഡിങ് ടെക്നിക് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വൈ ക്രോമസോം എന്ന് പറയുന്നത് ക്യൂ ബാൻഡിങ് ആണ്. അപ്പോൾ ഇനി മറക്കരുത്, വൈ ക്രോമസോമിനെ ഡിറ്റക്ട് ചെയ്യാനല്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാൻഡിങ് ആണ് ക്യൂ ഫോർ വൈ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വൈ, എന്തിനു ചോദിക്കുന്നു? ഓർത്തിരിക്കുക, വൈ ക്രോമസോമിനുള്ള ബാൻഡിങ് ടെക്നിക്കാണ് ക്യൂ ഫോർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വൈ, എന്തിന്? ഓക്കെ. ഫിക്സേറ്റീവ് ഫോർ ബ്ലഡി സ്പെസിമെൻ അല്ല കേട്ടോ, ബ്ലഡി സ്പെസിമെൻ ഇൻ ഹിസ്റ്റോപത്തോളജി ഏതാണ്? തീർച്ചയായിട്ടും അത് സിങ്കർ സൊല്യൂഷൻ ആണ്. പിന്നെ ഈ ഫിക്സേറ്റീവിന് ഭാഗത്തു നിന്ന് മെർക്കുറി കണ്ടെയ്നിങ് ഏതാണ്, അതുപോലെ ഓരോന്ന് കണ്ടെയ്നിങ് ഏതാണ്, അതേതാണ് ഇതേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം. ഈ ഞാൻ പറഞ്ഞ DME, RRBI അതുപോലെ മറ്റ് എക്സാംസിന് പോകുന്നതിന് മുമ്പ് ഇനിയെങ്കിലും എന്ത് ചെയ്യാൻ നോക്കാത്തവരാണെങ്കിൽ നോക്കിയിട്ട് പോവാം. ഓക്കെ. ദെൻ ദ മൈക്രോട്ടോം വിത്ത് ഫിക്സഡ് ബ്ലോക്ക് ആൻഡ് മൂവിങ് നൈഫ് ഏതാണത്? സ്ലൈഡിങ് മൈക്രോട്ടോം ആണ് കേട്ടോ. ഫിക്സഡ് ബ്ലോക്ക് അവിടെ ഫിക്സഡ് ആണ്, നൈഫ് മൂവിങ് ആണ്, അത് സ്ലൈഡിങ് മൈക്രോട്ടോം ആണ്. നൈഫ് മൂവ് ചെയ്ത് സ്ലൈഡ് ചെയ്തുകൊണ്ട് പോകും, മനസ്സിലായോ? സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താ ചെറിയ സ്ലൈസ് ആക്കി എടുത്തുകൊണ്ട് പോകുന്ന ഓർത്താൽ മതി നമ്മുടെ ബ്ലോക്കിനെ. അപ്പോൾ ബ്ലോക്ക് അവിടെ എന്താ കട്ടയ്ക്ക് അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ നൈഫ് മൂവ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ. റോട്ടറിയിൽ എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി കമൻറ്റ് ചെയ്തേ, കാരണം അതൊക്കെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതല്ലേ റോട്ടറി മൈക്രോട്ടോം ഒക്കെ. യെസ്. കാരിയോടൈപ്പ് ഓഫ് ടർണർ സിൻഡ്രോം ഇതും ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോയിലുണ്ട്, പറഞ്ഞതാണ്. നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കുക. കാരിയോടൈപ്പ് ഓഫ് ടർണർ സിൻഡ്രോം എന്താണ്? 45XO ആണ്. നമ്മളുടെ എന്താ പറയുക, ബാക്കി ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അല്ലേ, പിന്നെ ഏതൊക്കെയായിരുന്നു? ടേണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21, ഇതൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ, കാരിയോടൈപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത്. മിസ്സിംഗ് ഓഫ് എ ക്രോമസോം ഫ്രം ദ നോർമൽ കോംപ്ലിമെൻറ്റ് ഈസ് കാൾഡ് എന്തായിരിക്കും? മോണോസോമി. ട്രൈസോമി എക്സ്ട്രാ വരുന്നതാണ്, ടെട്രാസോമി, ഡൈസോമി, ഇതിലൊക്കെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒന്ന് പോകുന്നു, അപ്പോൾ ഒന്നേ ഉള്ളൂ മോണോസോമി. അതൊരു ഗസ് ചെയ്ത് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Collection of a fluid specimen in a medium that will preserve the morphology up to the time of slide preparation is called prefixation. ഓക്കെ, അതായത് ഫ്ലൂയിഡ് സ്പെസിമെൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കളക്ഷൻ ഓഫ് എ ഫ്ലൂയിഡ് സ്പെസിമെൻ ഇൻ എ മീഡിയം ദാറ്റ് വിൽ പ്രിസർവ് ദ മോർഫോളജി അപ് ടു ദ ടൈം ഓഫ് സ്ലൈഡ് പ്രിപ്പറേഷൻ ഈസ് കാൾഡ് എന്താണ്? പ്രീഫിക്സേഷൻ. ആ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വരെ നമുക്ക് സംരക്ഷിക്കാൻ ആദ്യമേ നമ്മൾ ആഡ് ചെയ്യുന്നു എന്നൊന്ന് ഓർത്താൽ മതി. പ്രീഫിക്സേഷൻ ആണ് ആൻസർ വരുന്നത്. ഐഡിയൽ ഫിക്സേറ്റീവ് ഈസ് യൂസ്ഡ് ഫോർ സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻസ് ഏതാണ്? AAF ഫിക്സേറ്റീവ്. അധികം ആർക്കും അറിയാൻ വയ്യാത്തൊരു ചോദ്യമായിരുന്നു അത്, ഫിക്സേറ്റീവ്സിൽ നിന്നുള്ളത്. ഓക്കെ. കൾച്ചർ മീഡിയം containing heat label ingredients like Lowenstein Jensen medium can be sterilized by ഒന്നും കണ്ണും പൂട്ടി ഇനി പഠിച്ചു വെച്ചേക്കണം. LJ medium sterilize ചെയ്യാൻ ഇൻസ്പിസേഷൻ. ആദ്യം നമ്മൾ LJ medium സ്റ്റെറിലൈസേഷൻ ആണോ ഇൻസ്പിസേഷൻ ഓപ്ഷനിലുണ്ടോ നോക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാരി ബ്ലെയർ മീഡിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്പോർട്ട് മീഡിയം. സാധാരണ ട്രാൻസ്പോർട്ട് മീഡിയം ഏതാണെന്നായിരുന്നു ചോദ്യം വരിക. ഇത്തവണ മീഡിയം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് മീഡിയം ആണെന്നാണ് ചോദിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഫൈലേറിയൽ വേംസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ താ കിടക്കണു. നമ്മൾ ഫൈലേറിയൽ വേമും അതിൻ്റെ സൈക്കിളും അതെങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മീൻസ് പഠിച്ചവർക്ക് കിട്ടും, അല്ലാത്തവരുടെ കാര്യം പറയുന്നത് അയ്യോ ഇത് നെമറ്റോഡാണോ ട്രമറ്റോഡാണോ സിസ്റ്റോഡാണോ ചേട്ടാ പുല്ല് ഇത് ഏതിലായിരുന്നു എന്നായിപ്പോവും അല്ലേ. അപ്പോൾ ഫൈലേറിയൽ വേമൊക്കെ എന്താണ്? നെമറ്റോഡാണ്, എന്നിൽ സ്റ്റാർട്ട് ചെയ്യും. ഫൈലേറിയ നെമറ്റോഡ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഡെഫിനിറ്റീവ് ഹോസ് ഫോർ ടോക്സോപ്ലാസ്മ ഗോണ്ടി എ പ്രോട്ടോസോം പാരസൈറ്റീസ്. ഇതിൻ്റെ ആൻസർ ഞാൻ ക്യാത്സ് എന്ന് കൊടുത്തത് എന്നറിയോ? ഞങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ടോക്സോപ്ലാസ്മ ഗോണ്ടി ഒക്കെ പറഞ്ഞു കഴിയുമ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല. ഓക്കെ, അവൾ എന്ത് ചെയ്യും, പൂച്ചേനെ കാണുമ്പോൾ ഒക്കെ ഈ അതോടല്ലേ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പൂച്ചേനെ കാണുമ്പോൾ എല്ലാം ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തത്. ക്യാറ്റാണ് ആൻസർ. ഓക്കെ. The most suitable concentration method for stool examination to detect all helminth egg and protozoan cyst is. നേരത്തെ നമ്മൾ എന്താണെന്ന് പറഞ്ഞേ, പാരസൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സെഡിമെൻറ്റേഷൻ മെത്തേഡാണ്. ഇവിടെ പറയുന്നത് ടു ഡിറ്റക്ട് ഓൾ ഹെൽമിന്ത് എഗ്സ് ആൻഡ് പ്രോട്ടോസോവൻ സിസ്റ്റ് ഏതാണ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നാണ്.
ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ ടെക്നിക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ മോസ്റ്റ് എന്താ പറയുക സൂപ്പറായിട്ടുള്ള കോൺസെൻട്രേഷൻ മെത്തേഡ് ഫോർ ഹെൽമിന്ത് എക്സ് ആൻഡ് പ്രോട്ടോസോവൻ സിസ്റ്റ് എന്ന് പറയുന്നത് ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ ടെക്നിക്കായിരുന്നു. ഓക്കെ അല്ലേ? Of all the Romanowski stain used for the detection of malarial parasite, which is considered as the gold standard staining method as per the WHO's ഡിറ്റക്ഷൻ ഓഫ് മലേറിയൽ പാരസൈറ്റ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എനിക്ക് നല്ല എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ് കേട്ടോ, ബ്ലഡ് ബാങ്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്. കാരണം ആ ബ്ലഡ് ബാങ്കിൻ്റെ ക്വസ്റ്റ്യനിലും ഇതുപോലെ ഓപ്ഷൻ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഫീൽഡ് കറുപ്പിച്ചായിരുന്നു. അപ്പോൾ ആൻസർ ജീംസ കണ്ടില്ലേ, ഓപ്ഷൻ എ ജീംസ ആയിരുന്നു ശരിയെന്ന് വന്നുകൊണ്ട് ഈ എക്സാമിന് ശേഷം എഴുതിയ എക്സാം ആയിരുന്നു ബ്ലഡ് ബാങ്ക്. അപ്പോൾ അവിടെയും മലേറിയൽ പാരസൈറ്റ്സിനുള്ള റാപ്പിഡ് സ്റ്റെയിൻ എന്നാണ് ചോദിച്ചതെങ്കിലും ജീംസ എഴുതിയപ്പോൾ തെറ്റിട്ടിയതല്ലേ, അതുകൊണ്ട് യെസ് അല്ല ഫീൽഡ് ഈ അതായത് മനസ്സിലായോ, ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആൻസർ ഓപ്ഷൻ എ ജീംസ ആയിരുന്നു അല്ലേ. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്ത് വിട്ടത് ഫീൽഡ് എന്നായിരുന്നു. കാരണം മലേറിയൽ സ്റ്റെയിനെ ഫീൽഡ് എന്ന് ഞാൻ എവിടെയോ കണ്ടിട്ട് പോയിട്ട് ഞാൻ ഫീൽഡ് എന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആൻസർ ജീംസ ആയിരുന്നു. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ ചോദിച്ചപ്പോൾ ഓപ്ഷനിൽ ജീംസ കണ്ടപ്പോൾ ഞാൻ ചാടിക്കയറി ജീംസ കറുപ്പിച്ചു. നെക്സ്റ്റ് ആൻസർക്ക് വന്നപ്പോൾ എന്തായിരുന്നു, അതിൻ്റെ ആൻസർ ഫീൽഡ് ആയിരുന്നു. അപ്പോൾ വ്യക്തമായിട്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് റാപ്പിഡ് സ്റ്റെയിൻ മലേറിയയ്ക്ക് ചോദിച്ചാൽ അത് ഫീൽഡാണ്, പെട്ടെന്ന് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു, ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പം ഞാൻ ഫീൽഡ് എന്ന് എഴുതിയപ്പം PSC സമ്മതിച്ച് തരുമോ? ഇല്ല. ഗോൾഡ് സ്റ്റാൻഡേർഡ് എപ്പോഴും എന്ത് തന്നെയാണ്, ജീംസ തന്നെയാണ്. പക്ഷേ റാപ്പിഡ് സ്റ്റെയിൻ അല്ലെങ്കിൽ ഒരു സർവേക്ക് പോകുമ്പോൾ ഒക്കെ മലേറിയയ്ക്ക് ഏതാണ് റാപ്പിഡ് സ്റ്റെയിൻ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഇത് ഫീൽഡാണ്, തിരിഞ്ഞു പോവാതിരിക്കുക. ഇനി നിങ്ങൾക്കും എനിക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. ഓക്കെ. മൾട്ടിപ്പിൾ റിംഗ് ഫോം ഇൻ RBC ആർ എ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിച്ച് പ്ലാസ്മോഡിയ കോസിങ് ഹ്യൂമൻ മലേറിയ? ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. അപ്പം ഈ പറഞ്ഞ RBCക്കകത്ത് കയറിയിട്ട് മോതിരം ഇടുന്നു ലൈക്ക് മൾട്ടിപ്പിൾ റിംഗ് ഫോം എന്ന് ഓർക്കുമ്പോൾ റിംഗ് എന്ന് കേട്ട് മോതിരം, അതും ഫാൽസിപാരമാണ്. ഒരു ബ്ലാക്ക് വാട്ടർ ഫീവർ, അതും ഫാൽസിപാരമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്ലാസ്മോഡിയത്തിൻ്റെ സൈഡിൽ നിന്ന് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതിലും കട്ടിയാക്കണം തോന്നിയാലും നമുക്ക് വായിക്കൊള്ളാത്ത രീതിയിൽ പലതും PSC ചോദിക്കും, ഓർത്തിരിക്കാം. ഫോർ വിസറൽ ലീഷ്മാനിയാസിസ് ബെസ്റ്റ് സാമ്പിൾ സ്യൂട്ടബിൾ ഫോർ ഡയഗ്നോസിസ് ഈസ് വിസറൽ ലീഷ്മാനിയാസിസിൻ്റെ ഏതാണെന്നുള്ളതാണ്. അവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കളക്റ്റഡ് അറ്റ് നൈറ്റൊക്കെ, അതേതാണ്, മന്തിൻ്റെ അല്ലേ? അതെ, ബ്ലഡ് സാമ്പിൾ കളക്റ്റഡ് അറ്റ് നൈറ്റ്, അതല്ലേ? അതെ ഫൈലേറിയൽ വേമിന് വേണ്ടിയിട്ടായിരുന്നെന്ന് തോന്നുന്നു. യെസ്, നൈറ്റിൽ പറയാം കളക്ട് ചെയ്യുന്നത് ബ്ലഡ്. അപ്പോൾ ഇവിടെ പക്ഷേ ചോദിച്ചേക്കുന്നത് വിസറൽ ലീഷ്മാനിയാസിസ് ആണ്. അതിൻ്റെ ആൻസർ ബോൺ മാരോ ബയോപ്സി ആണ്. മനസ്സിലായോ? വിസറൽ ലീഷ്മാനിയാസിസ് ആണോ, നമ്മൾ ബോൺ മാരോ ബയോപ്സി ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ബ്ലഡ് സാമ്പിളൊന്നുമല്ല, ബോൺ മാരോ ബയോപ്സി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ആസ് പെർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2016 കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ, ലാബ് സ്പെസിമെൻ, കൾച്ചർ മീഡിയ, ഇതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് തട്ടും എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ യെല്ലോയിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. സാമ്പിൾ കണ്ടെയ്നിങ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ലൈക്ക് LCM വൈറസ്, HIV വൈറസ്, ഇതൊക്കെ ഏത് ലെവൽ ബയോസേഫ്റ്റി ക്യാബിനറ്റിലാണ്? ഒന്നും നോക്കണ്ട, കണ്ടാമിനൻ്റ് ബയോസേഫ്റ്റി ലെവൽ 3 ആണ്. ഓക്കെ, യെസ്, ഇത് ബയോസേഫ്റ്റി ലെവലൊക്കെ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ അടുത്ത എക്സാംസിനും. ദ ഫസ്റ്റ് വാക്സിൻ ഡെവലപ്ഡ് ഫ്രം റാബിറ്റ് സ്പൈനൽ കോഡ് സസ്പെൻഷൻ അഗെയിൻസ്റ്റ് റാബീസ് വാസ് ആരായിരുന്നു? അതും അറിയാൻ വയ്യാത്തവർക്ക് മൈക്രോബയോളജി അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ലൂയിസ് പാസ്റ്റർ എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് സമാധാനം കിട്ടിയത് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ്. The part of compound microscope that regulate the amount of light to view the object clearly is ഏതാണ്? ഐറിസ് ഡയഫ്രം. അതും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് among the following is not a continuous cell line? എനിക്ക് പേരുകളെ അറിയില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഓർത്തിരിക്കുക. കണ്ടിന്യൂസ് സെൽ ലൈൻ അല്ലാത്തത് WI38 ആണ്. അപ്പോൾ ബാക്കി BHK 21 ബെഡ്റൂം, നമ്മൾ BHK അല്ലെ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെയൊക്കെ പരിസരത്തിലാണ് ഞാനിങ്ങനെ BHK ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ച് ഇതെന്താണെന്ന് തന്നെ വിചാരിച്ചപ്പോൾ ഓർത്തിരിക്കുക, BHK 21 ആയാലും RK 13 ആയാലും A549 ആയാലും ഒക്കെ കണ്ടിന്യൂസ് സെൽ ലൈൻ ആണ്. WI38 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെൽ ലൈൻ അല്ല. ശരി. ദ സൈറ്റോപ്പത്തിക് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മീസിൽസ് വൈറസ് ഇൻഫെക്ഷൻ എന്താണ്? സിൻസിഷ്യം ഫോർമേഷൻ ആണ് അല്ലേ? യെസ്. വിച്ച് among the following regarding the shape of the virus is correctly matched? യെസ്, കറക്റ്റായിട്ട് ഇവിടെ റാബീസ് വൈറസ് ബുള്ളറ്റ് ഷേപ്പിടെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഈ വൈറസിൻ്റെയൊക്കെ റോഡ് ഷേപ്പ് ചെയ്ത വൈറസാണ്, അല്ലെങ്കിൽ എബോള വൈറസിൻ്റെ ഷേപ്പ് എന്താണ്, ടൊബാക്കോ മൊസൈക് വൈറസിൻ്റെ ഷേപ്പ് എന്താണ്, ബ്രിക് ഷേപ്പ് വൈറസ് ഏതായിരുന്നു, പോക്സ് വൈറസിൻ്റെ ഷേപ്പ് എന്താണ്, ഫിലമെൻറ്റസ് വൈറസ് ഏതാണ്, ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കിയേക്കുക, അടുത്ത എക്സാംസിന് നമുക്ക് ഉപകാരം ചെയ്യും.
PH ഓഫ് സബറോഡ് എക്സ്ട്രോസഗർ കൺമുമ്പോട്ട് നമുക്ക് 5.6 എന്ന് എഴുതാവുന്നേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും പറയാനില്ല. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ഡൈമോഫിക് ഫംജി? അത് പെനിസിലിയം മാർനഫി ആണ്. അതും ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ഡൈമോഫിക് ഫംജി വരുന്ന, ഏതൊക്കെയാണ് അങ്ങനെ അല്ലാത്ത ഏതൊക്കെയാണ്? ഐ മീൻ പല ടൈപ്പ് ഫംഗസ് മൈക്കോളജി ടോപ്പിക്കിൽ ഇങ്ങനെ കുറേ സിമ്പിളായിട്ടുള്ള ബേസിക് കാര്യങ്ങളുണ്ട് കേട്ടോ. നോക്കിയിട്ട് പോവുക. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം എനിക്ക് തന്നെ അറിയില്ല സമയം കിട്ടുമോ എന്നുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സൈറ്റ്സ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ? ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതും ജസ്റ്റ് നിങ്ങൾ നോക്കി പോകണം. കാരണം സിസ്റ്റമിക് മൈക്കോസിസ് ഡെർമറ്റോഫൈറ്റ്സ് ആണോ, സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് പോറോട്രൈക്കോസിസ് ആണോ, സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്താണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ആണോ, ഡീപ്പ് മൈക്കോസിസ് ഏതാണ്, റൈനോസ്പൊഡിയോസിസ് ആണോ എന്നൊക്കെയുള്ള നമുക്ക് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷനാണ്. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റൻ ആണിത്. എൻ്റെ ആൻസർ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. മൈക്കോളജി നോക്കണം. കൗഡറി ടൈപ്പ് ബി ഇൻക്ലൂഷൻ ബോഡീസ് ആർ സീൻ ഇൻ, തീർച്ചയായിട്ടും അത് പോളിയോ വൈറസ് ആണ് കൗഡറി ടൈപ്പ് ബി. പിന്നെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ ഏതായിരുന്നു പഠിച്ചത്? നമ്മൾ അവിടെയും ഉണ്ട് ഇതുപോലെ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞിട്ട് കുറേ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നെഗ്രി ബോഡീസ്, സ്ട്രാബീസ് വൈറസ്, ഓക്കെ, അതൊക്കെ നോക്കി വെച്ചേക്കുക. കൗഡറി ടൈപ്പ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് പോളിയോ വൈറസിൻ്റെ റിലേറ്റഡ് ആണ്. വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് എ ആൻറ്റിജനിക്കലി ഡിഫക്റ്റീവ് വൈറസ്? ഏതാണ്? അപ്പം ഇച്ചിരി വ്യത്യാസമുള്ള എന്താ പറയുക, ഒരു വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരുന്നത് ആൻറ്റിജനിക്കലി ഡിഫക്റ്റീവ് വൈറസ് ആണ്. അത് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി ആണ്. ഓക്കെ, ആൻറ്റിജനിക്കലി ഡിഫക്റ്റീവ് വൈറസ് ഹെപ്പറ്റൈറ്റിസ് ഡി ആയിരുന്നു. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കുക. ബാക്കി ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ തമ്മിൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അതും മറ്റൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് നമുക്ക് ഇതെല്ലാം എനിക്ക് ഡിസ്കസ് ഇൻഡിവിജ്വലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. അതുപോലെ നിങ്ങളെന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടു ബി കണ്ടിന്യൂഡ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. സമയം കിട്ടിയാൽ ഞാൻ ഇടുന്നതായിരിക്കും. സമയം കിട്ടിയാലല്ല ഞാൻ ഇടുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടും കൂടി ഇടുന്നതായിരിക്കും. പിന്നെ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാണാൻ സാധിക്കുന്നവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തിടുക. അപ്പം നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഉത്സാഹം വരുമല്ലോ ഇതിനൊക്കെ. യെസ്, താങ്ക് യു.